പെരുന്നയിൽ ട്രാഫിക് ബ്ലോക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. കാരണം നേതാക്കളുടെ കുത്തൊഴുക്കാണ് അവിടെ. ഓരോ നേതാക്കളായി BJPയിലെ നേതാക്കൾ, കോൺഗ്രസ്സിലെ നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾ, എല്ലാ നേതാക്കളും അവിടെ പോവുകയാണ്. കാരണം പെരുന്നയിലെ പോപ്പ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. സാധാരണ അദ്ദേഹം പ്രസ്താവന നടത്തുന്നതല്ല, സുകുമാരൻ നായർ അവർ പ്രസ്താവനകൾ നടത്തുന്നതല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ഒരു പത്രത്തിനൊരു അഭിമുഖം കൊടുത്തായിരുന്നു, ഇംഗ്ലീഷ് പത്രത്തിന്. അവിടെ നിന്നാണ് തുടങ്ങിയത്. എന്തായാലും സുഭാഷിതം ചാനലിലേക്ക്, ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ സഹായം ചെയ്യുക. വീണ്ടും നമ്മൾ പെരുന്നയിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വന്നു. പെരുന്നയിൽ ചെല്ലുമ്പോഴുള്ള പ്രശ്നം, നമ്മുടെ സുകുമാരൻ നായർ അവർ വീണ്ടും പറഞ്ഞു, സമദൂരമായിരുന്നു ഇതുവരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. 10-20 വർഷമായി ഞങ്ങൾ സമദൂരക്കാരാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടികളോടും തുല്യമായ അകലം. ഇലക്ഷൻ സമയത്ത് അവരവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യാം. ഞങ്ങളായിട്ടൊരു നിലപാടെടുക്കുന്നില്ല. കുറേ കാലം UDF ആയിരുന്നു. അങ്ങനെയാണ് കിടങ്ങൂർ ഗോപാലകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു. സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായിട്ടൊക്കെ അയച്ചു. NSSൻ്റെ വലിയ നേതാവായിട്ട് വന്നതാണ് അദ്ദേഹം. കാരണം അതിൻ്റെ അപകടം മനസ്സിലായിട്ടാണ് സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായിട്ട് അയച്ചത്. അതോടുകൂടി പിന്നെ NSSൻ്റെ പിന്നൊരു നേതാവ് അങ്ങനെ സീരിയസ് ആയിട്ട് കയറി വന്നില്ല. അത്രയും ഉന്നതനായൊരു നേതാവ് വന്നില്ല. ഇദ്ദേഹത്തെ ഇപ്പോൾ കുഴപ്പമില്ല, സുകുമാരൻ നായർ കുഴപ്പമില്ല, നന്നായി കൊണ്ടുപോകുന്നതാണ്. പക്ഷെ പ്രശ്നം അതല്ല, അവിടെയല്ല പ്രശ്നം. അദ്ദേഹം ഈ പ്രസ്താവനയാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേഖനം, ഒരു അഭിമുഖം വന്നു, ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്നു. അപ്പോൾ പ്രശ്നാധിഷ്ഠിതം മാറി, സമദൂരം മാറി പ്രശ്നാധിഷ്ഠിതമായി. ഇതിനെ പിടിക്കാൻ കോൺഗ്രസിൻ്റെ പട തന്നെ ഇറങ്ങിയിരിക്കുകയാണ് രംഗത്ത്. NSSുമായി നല്ല ബന്ധമുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയമാണ്. അദ്ദേഹം ചങ്ങനാശ്ശേരിക്ക് വളരെ അടുത്താണ്. ഒരു വിളിപ്പാടകലെ കയ്യെത്തും ദൂരത്താണ് ഓടിച്ചെല്ലാൻ പറ്റുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. K മുരളീധരൻ തിരുവനന്തപുരത്താണ്, കോഴിക്കോടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് എപ്പോൾ വേണോ ഈ പെരുന്നയിൽ പോകാം. അത് അദ്ദേഹം സഞ്ചരിച്ച് പോകുന്ന കൂട്ടത്തിൽ അങ്ങ് പെരുന്നയിൽ ഇറങ്ങിയാൽ മതി. അപ്പോൾ K മുരളീധരൻ. രമേശ് ചെന്നിത്തല വളരെ അടുത്താണ്, ഹരിപ്പാട്. മാത്രമല്ല മാനസികമായും സുകുമാരൻ നായരുമായി വളരെ അടുപ്പത്തിലാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല, പിന്നെ PJ കുര്യനുണ്ട്. അദ്ദേഹം പത്തനംതിട്ട ആണെങ്കിലും അദ്ദേഹം വളരെ വലിയ ബന്ധമാണ് പെരുന്നയുമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് PJ കുര്യൻ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല, പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവരെ രംഗത്തിറക്കി സുകുമാരൻ നായരെയും NSSനെയും ഒന്ന് മയപ്പെടുത്താനും മെരുക്കാനുമാണ് കോൺഗ്രസ് തീരുമാനം. കാരണം KPC പ്രസിഡന്റ് ഇറങ്ങാൻ പറ്റത്തില്ല. അദ്ദേഹം സണ്ണി ജോസഫ് എന്നാണ് പേര്. അദ്ദേഹം ക്രിസ്ത്യ വിഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ ചെന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയത്തില്ല. അതുപോയിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ട് ഒരേ ഒരു ടേംസും ഇല്ല. അദ്ദേഹമായിട്ട് നല്ല ഒരു ടേംസും ഇല്ല. അദ്ദേഹം ഒരു മതസംഘടനകളുമായി, ജാതി സംഘടനകളുമായി ടേംസ് ഇല്ല. അപ്പോൾ പിന്നെ VD സതീശന് പോകാൻ പറ്റത്തില്ല. KC വേണുഗോപാൽ ഡൽഹിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെ പിടിക്കുന്നില്ല, ക്ലിച്ച് പിടിക്കുന്നില്ല. KC വേണുഗോപാലോ ഈ പ്രതിപക്ഷ നേതാവോ KPC പ്രസിഡൻറ്റോ ഒക്കെ പോയാൽ വെളുക്കാൻ തേച്ചത് പാണ്ടാവുകയുള്ളൂ. ഒരു റിസൾട്ട് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, റിസൾട്ട് ഉൾട്ടയടിക്കും ചിലപ്പോൾ. അതിനുകൊണ്ട് തന്നെ ഈ ഞാൻ പറഞ്ഞ നേതാക്കൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം വളരെ വലിയ സീനിയർ നേതാവാണ്, മുൻ മന്ത്രിയൊക്കെയാണ്. K മുരളീധരൻ, അദ്ദേഹവും വളരെ സീനിയർ നേതാവാണ്. രമേശ് ചെന്നിത്തല, PJ കുര്യൻ, ഇവരെല്ലാം വളരെ സീനിയർ നേതാക്കളാണ്. ഇവരാരെങ്കിലും പോയി പെരുന്നയിൽ നിന്ന് ആപ്പിളോ ഓറഞ്ചോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങനെ മഞ്ഞുരുകി സുകുമാരൻ നായരുമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സമദൂരത്തിലേക്ക് വീണ്ടും തിരിച്ചു പിടിച്ചുകൊണ്ട് വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പെരുന്നയിലെ വണ്ടികളെല്ലാം ഒഴിഞ്ഞു പോവുക.